ഛത്തീസ്ഗഡിന് പിന്നാലെ രാജ്യത്ത് വീണ്ടും കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ആക്രമണം. ഒഡീഷയിലെ ജലേശ്വറിൽ 70ഓളം വരുന്ന ബജറംഗദൾ പ്രവർത്തകരാണ് മതപരിവർത്തനം ആരോപിച്ച് വൈദികരെയും കന്യാസ്ത്രീകളെയും കയ്യേറ്റം ചെയ്തത്. ആക്രമിക്കപ്പെട്ടവരിൽ 2 മലയാളി വൈദികരുമുണ്ടെന്നാണ് വിവരം. 2 വൈദികരും 2 കന്യാസ്ത്രീകളും ഒരു ഉപദേശിയും ഉൾപ്പെടെ 5 പേരാണ് ആക്രമണത്തിനിരയായവർ. ജലേശ്വറിലെ ഗംഗാധർ ഗ്രാമത്തിൽ ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. സ്ഥലത്തെ മരിച്ചുപോയ 2 ഇടവകക്കാരുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കുർബാന അർപ്പിക്കുന്നതിനായി എത്തിയ സംഘമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ലിജോ നിരപ്പേൽ, ബി ജോജോ എന്നീ വൈദികരാണ് ആക്രമിക്കപ്പെട്ടവർ. ഓഗസ്റ്റ് 6 വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച കുർബാന രാത്രി 9 മണിയോടെ അവസാനിച്ചിരുന്നു. ഇതിനുശേഷം സംഘം മടങ്ങിപ്പോകുമ്പോഴാണ് കയ്യേറ്റമുണ്ടായത്. മരണാനന്തര പ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 9 മണിയോടെ മടങ്ങിയ വൈദികരെയും കന്യാസ്ത്രീകളെയും ഗ്രാമത്തിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെ ഇടുങ്ങിയ വനപ്രദേശത്തുള്ള ഒരു റോഡിൽ പതിയിരുന്നാണ് ബജറംഗദൾ ആക്രമിച്ചത്. ആദ്യം ബൈക്കിൽ പോവുകയായിരുന്ന ഉപദേശിയെ തള്ളിയിട്ട ശേഷം മർദ്ദിച്ച് അവശനാക്കി ബൈക്കിൻ്റെ ഇന്ധനം ഊറ്റിയെടുത്ത ശേഷം ദൂരേക്കെറിഞ്ഞു. പിന്നാലെ വന്ന വൈദികരും കന്യാസ്ത്രീകളും ഉണ്ടായിരുന്ന വാഹനം തടഞ്ഞു നിർത്തി ഫോണുകൾ പിടിച്ചു വാങ്ങിയ ശേഷം മർദ്ദിച്ചു. ഒഡീഷയിൽ BJP ഭരണമാണെന്നും ആരെയും ക്രൈസ്തവരാക്കാനാകില്ലെന്നും സംഘം ആക്രോശിച്ചു. ഗ്രാമവാസികൾ സത്യം പറഞ്ഞിട്ടും ആക്രമണം തുടർന്നു. ബജ്റംഗദൾ അനുകൂലികളായ പ്രാദേശിക മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ചാണ് ആക്രമണം നടത്തിയത്. എല്ലാം ആസൂത്രിതമായിരുന്നു, ഫാദർ ലിജോ പറഞ്ഞു. സംഭവമുണ്ടായി 45 മിനിറ്റിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയത്. പോലീസ് എത്തിയ ശേഷവും ബജറംഗദൾകാർ മർദ്ദിച്ചു. ഫോണുകൾ തിരിച്ചു നൽകാൻ തയ്യാറായില്ല. അന്വേഷണത്തിനായി സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് അവസാനം പോലീസ് ബജറംഗദൾകാർക്കിടയിൽ നിന്നും രക്ഷപ്പെടുത്തിയത്, വൈദികർ പറഞ്ഞു. ആക്രമണത്തെ CBCI അപലപിച്ചു. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ അതിക്രമം തുടർക്കഥയാകുകയാണെന്ന് CBCI വക്താവ് ഫാദർ റോബിൻസൺ റോഡ്രിഗ്സ് പറഞ്ഞു.